Hi everyone, welcome to Commerce World. Calicut University 3rd semester M.Com Financial Market and Institution എന്ന സബ്ജക്റ്റ് ഇട്ട് നെക്സ്റ്റ് കൺസെപ്റ്റ് അതായത് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നതാണ് നെക്സ്റ്റ് മൊഡ്യൂൾ 5th മൊഡ്യൂൾ ആയിട്ടുള്ള ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോ എന്നുള്ളത്. സോ ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കുക. ദെൻ ഫോംസ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ എന്താണ് എന്നുള്ളത് നോക്കുക. ലൈക്ക് FDI, FPI, NRI, FPI ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കുക. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ മുന്നിലത്തെ എക്സാമിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇനി ഈ എക്സാമിന് ചോദിക്കുമോ എന്നുള്ളതിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഓക്കെ, സോ നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇതിൽ ഡയറക്റ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയല്ലേ. ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ത്രൂ GDR അത് എങ്ങനെയാണ് എന്നുള്ളത്. ദെൻ അതേപോലെ തന്നെ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഇതിൽ നോക്കേണ്ടത് FDI ആണ്. FDI ഇതിന്റെ മുന്നിൽ നിങ്ങൾ പഠിച്ചതാണ്. അതിന്റെ ടൈപ്സ്, അതിന്റെ ഫോംസ്, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചതാണ്. അതിന്റെ ബേസിസിൽ തന്നെ നിങ്ങൾ അത് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾ ഇതിൽ നോക്കേണ്ടതാണ് അഡ്വാൻറ്റേജസ് ഉണ്ട്. FDIയുടെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അത് നോക്കുക. ദെൻ അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, അത് നോക്കുക. ദെൻ FPI ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ഇത് ഇതിന്റെ മുന്നിൽ നിങ്ങൾ പഠിച്ചതാണ്, അത് എന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്. ഓക്കെ, ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് പറഞ്ഞാൽ എന്താണ് നോക്കുക. അതേപോലെ തന്നെ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്താണ് എന്നുള്ളത് നോക്കുക. അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കുക, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുക. ദെൻ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് പറഞ്ഞാൽ എന്താണ് നോക്കുക. ദെൻ ADR ഉം GDR ഉം തമ്മിലുള്ള ഡിഫറൻസസ് പറയുന്നുണ്ട്, അതെന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, ദെൻ യൂറോ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, യൂറോ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ അതിൽ നോക്കുക. ദെൻ നെക്സ്റ്റ് ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട് FCCB അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ദെൻ ഫോറിൻ കറൻസി എക്സ്ചേഞ്ചബിൾ ബോണ്ട് FCEB എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, NRI ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, NRI ഇൻവെസ്റ്റ്മെന്റ് അതായത് നോൺ റെസിഡന്റിന്റെ ബേസിസിൽ വരുന്നതാണ്, അത് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഈ 5th മൊഡ്യൂളിൽ പഠിക്കാനായിട്ട് വരുന്നത്. സോ നമ്മൾ ഇതിന്റെ മുന്നിൽ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മൊഡ്യൂൾ അല്ലാതെ ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂൾ, ഫോർത്ത് മൊഡ്യൂൾ, ദെൻ ഇത് 5th മൊഡ്യൂൾ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഓരോ മൊഡ്യൂളിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ ഇതിന്റെ മുന്നിലത്തെ എക്സാംസിന് വന്ന കൺസെപ്റ്റുമാണ് നമ്മൾ ഓരോ മൊഡ്യൂളിലും നമ്മൾ ഡിസ്കസ് ചെയ്തത്. യൂണിറ്റി ടാബിൽ പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് അത്രത്തോളം ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത്രത്തോളം ഓട്ടില്ലായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം അപ്ലോഡ് ചെയ്യണത്. ബിക്കോസ് നിങ്ങൾക്ക് ഇതിങ്ങനെ നോക്കി പോവാലോ, ജസ്റ്റ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് എന്നിട്ട് അത് പഠിച്ചാൽ മതിയല്ലോ. അല്ലാതെ ഈ ബുക്ക് മൊത്തം പഠിച്ചിട്ട് ഇത് നിങ്ങൾ എന്ന് തീർക്കാനാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഓരോ മൊഡ്യൂളിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇതിന്റെ ബേസിസിൽ നിങ്ങൾ എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്തിട്ട് പോകുക. ഈ കൺസെപ്റ്റ് ഒന്നും വിട്ട് കളയാതിരിക്കുക. ഓക്കെ, നിങ്ങളിത് ഇതും കൂടി വിട്ട് കളയുകയാണെങ്കിൽ അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരാമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഏകദേശം നമുക്ക് വരുന്നത് തന്നെ ഒരു 10-12 ക്വസ്റ്റ്യൻ ആണ്. അത് ഈ ബുക്ക് മൊത്തം കവർ ചെയ്തിട്ട് അവർ ഇടുവോ, അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ അവർ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ലാസ്റ്റ് മൊഡ്യൂൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതൊന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ യൂണിവേഴ്സിറ്റി എടുക്കുന്ന തീരുമാനങ്ങളാണ്. സോ നിങ്ങൾ ഇതിന്റെ ബേസിസിൽ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. ബുക്ക് ബാക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കുക. അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.